പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും LDFന് കിട്ടി. ഒരു വർഷം തികയുന്നതിന് മുമ്പ് നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2/3 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ അന്ന് നടത്തിയിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി 1.5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. വർഗബന്ധങ്ങളിൽ മാറ്റം വരുത്തി, ജനകീയ സ്വാധീനത്തിലും മാറ്റം വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഇതിൻ്റെ അനുഭവത്തിൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ അത് അടുത്ത തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായിരിക്കും ഫലം എന്ന് ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതേ സമയത്ത് UDF കാട്ടിയിട്ടുള്ളൊരു സമീപനത്തെ സംബന്ധിച്ച് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. UDFൻ്റെ സംഘടനയെ ചലിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല. അതിൻ്റെ പിന്നിലൊരു വലിയ ശക്തിയുണ്ട്. അത് ജമാഅത്തെ SDPI-യാണ്. അത് കുറച്ച് കാണണ്ട. അതിൻ്റെ ആപത്ത് അവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും. ഇപ്പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു സൂചനയുടെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ UDF വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാവും. പ്രകടമായിട്ട് തന്നെ ജമാഅത്തെയും SDPI-യും ഞങ്ങൾ UDF-നാണ് പിന്തുണ എന്ന് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ അറിയാം. പക്ഷേ 18 സീറ്റിലെ വിജയത്തിനും ഇവരൊരു അല്ല, ഞാൻ പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ടാണ്. എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലല്ല. അപ്പോൾ ഈ ഒരാപത്ത് നമ്മുടെ മതേതര കേരളത്തിനേൽക്കുന്ന ഏറ്റവും വലിയ ഒരു വ്രണമാണ്. അത് തിരിച്ചറിയണം. പറയട്ടെ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ 2 പാർലമെൻറ്റ് മണ്ഡലമാണല്ലോ ഉള്ളത്. അതിൽ ആലത്തൂർ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF ജയിച്ച സ്ഥാനത്ത് 20,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സഖാവ് രാധാകൃഷ്ണന് ജയിക്കാൻ കഴിയും. അത് ഒരു നല്ല നേട്ടമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിച്ച തലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് ചില ഭാഗങ്ങളിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ആപത്തുണ്ടായിട്ടുണ്ട്. അതിന് പുറമെ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടാകാം. പാലക്കാട് ഒറ്റപ്പാലത്തടക്കം LDF അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന വോട്ടർമാരിൽ ഒരു ഇറോഷൻ മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ, അത് 2019 സംഭവിച്ചതുപോലെ തന്നെ മറ്റൊരു തലത്തിൽ ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇപ്പോൾ പാലക്കാട് നോക്കുമ്പോൾ പിന്നെ ഷൊർണൂരും അതുപോലെ തന്നെ മലമ്പുഴയുമാണല്ലോ ഭൂരിപക്ഷം ഉള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് പിന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ പിന്നോട്ട് പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾ കാര്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, എക്സിറ്റ് പോൾ അഖിലേന്ത്യാ തലത്തിൽ നടത്തി അതിൻ്റെ ഭാഗമായി നല്ല സാമ്പത്തിക നേട്ടമാണ് BJPക്ക് ഉണ്ടായത്. സാമ്പത്തിക നേട്ടം എന്ന് ഞാൻ പറയുമ്പോൾ അറിയാലോ, കോർപ്പറേറ്റ് ശക്തികൾക്ക് എങ്ങനെയാണ് നമ്മുടെ വ്യാപാര മേഖലയിൽ, വ്യവസായ മേഖലയിൽ, മറ്റ് മേഖലയിൽ ഷെയറിൻ്റെ വില വർദ്ധിപ്പിച്ച് ഇന്ത്യ രാജ്യത്തിലെ ഈ മോണോപ്പൊളി ശക്തികൾക്ക് ഈ ഷെയർ വില വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതവർക്ക് സാധിച്ചു. അത് ഒരു കള്ളപ്രചരണമായിരുന്നു യഥാർത്ഥത്തിൽ. അത് പൊളിച്ചു. അത് ഇന്ത്യ രാജ്യത്തിലെ ജനത പൊളിച്ചു. ആ ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് അഖിലേന്ത്യാ തലത്തിൽ BJPക്കും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികൾക്കും എതിരായിട്ടുള്ള വലിയ
ഒരു വെല്ലുവിളിയായി കാണുന്നു. അതാണ് അഖിലേന്ത്യാ തലത്തിൽ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചത്. ഇവിടെ സംഭവിച്ച കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും. ഭരണവിരുദ്ധ വികാരമല്ലേ? രണ്ടാം തവണയും പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ LDF-നെ അതിനെ സംബന്ധിച്ച് ഇപ്പം പറയാൻ പറ്റില്ല, അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റില്ല. അല്ല, അക്കൗണ്ട് തുറന്നതെന്ന് പറയുന്നത് തൃശ്ശൂരാണല്ലോ. തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വോട്ടും BJP-ൻ്റെ വോട്ടാണെന്ന് ധരിക്കരുത്. എന്നാലും അക്കൗണ്ട് തുറന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമാണല്ലോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അതൊരു BJP-ക്ക് കിട്ടിയൊരു വോട്ടായിട്ട് കണക്കാക്കരുത്. അതെ, വടകര മണ്ഡലത്തിൽ എന്തായിരുന്നു നടന്നത് എന്നുള്ളത് അന്നേ ഞങ്ങൾ പറഞ്ഞതാണല്ലോ. വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആരായിരുന്നു രംഗത്ത് വന്നത്, എന്തായിരുന്നു അവിടുത്തെ പ്രചരണം, എന്തായിരുന്നു അവിടെ നടത്തിയ പ്രവർത്തനം UDF, അത് അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം കൃത്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ തീക്കൊണ്ടുള്ള ഒരു തലചൊറിയലാണ് അവിടെ നടന്നത്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് നിശബ്ദമായി പല മണ്ഡലങ്ങളിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു അപകടകരമായിട്ടുള്ള ഒരു സന്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അവർ കാണണം. കണ്ട് തിരുത്തുന്നുണ്ടേ തിരുത്തിക്കോട്ടെ. ഞങ്ങളെന്തായാലും പറ്റിയ പെശകിനെ സംബന്ധിച്ച് കർശനമായിട്ടുള്ള പരിശോധന നടത്തുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ആ വിള്ളലുണ്ടായതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു.